കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ആകെ പ്രതിസന്ധിയിലായിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. മൂന്നിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും പാലക്കാട്ടെ BJPയുടെ തോൽവിയെക്കുറിച്ച് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP നേരത്തെ വിജയിച്ച ഒരു മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടതുപോലെയുള്ള ചർച്ചകളും വിഴുപ്പലക്കളുമൊക്കെയാണ് എവിടെയും കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇതിനിടയിൽ ചേലക്കരയിൽ BJP നടത്തിയ മികച്ച പ്രകടനത്തെക്കുറിച്ച് ഇവിടെ ആരും ചർച്ചയും ചെയ്യുന്നില്ല. എന്നാൽ BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്, BJP ആയിരുന്നു ഇവിടെ വിജയിക്കേണ്ടത് എന്നൊരു മട്ടിലുള്ള അന്തിച്ചർച്ചകളും ഇവിടെ നടന്നു വരുന്നുണ്ട്. മാത്രമല്ല BJP ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. അതിനാൽ ഇപ്പോഴത്തേത് BJPക്കേറ്റ വലിയ തിരിച്ചടിയാണിതെന്ന വ്യാഖ്യാനങ്ങളും BJPയിൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം CPMനും അവരുടെ മുന്നണിയായിട്ടുള്ള LDFനും അപ്പുറത്ത് കോൺഗ്രസിനും അവരുടെ മുന്നണിയായിട്ടുള്ള UDFനും ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ചയും ഉണ്ടാകുന്നില്ല. സത്യത്തിൽ വയനാട് മണ്ഡലമാണ് UDFനായി എല്ലാവരും തന്നെ അങ്ങ് തീരെഴുതി കൊടുത്തത്. മറ്റു രണ്ട് മണ്ഡലങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ മുന്നണികൾ തമ്മിലുള്ള വീറും വാശിയോടും കൂടിയിട്ടുള്ള പോരാട്ടം നടന്നത്. പണ്ട് CPMന്റെ കുത്തക സീറ്റായിരുന്നു പാലക്കാട് മണ്ഡലം. ഇടക്കാലം കൊണ്ടാണ് അത് കോൺഗ്രസ് മണ്ഡലമായി മാറിയത്. അതിനാൽ ഈ മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിച്ചേ പറ്റൂ എന്ന തീരുമാനത്തിലാണ് CPMും അവരുടെ മുന്നണിയും അവിടെ ഇറങ്ങിത്തിരിച്ചത്. അതിനൊരു കോൺഗ്രസ് നേതാവിനെ തന്നെ മറുകണ്ഠം ചാടിച്ച് LDFന്റെ സ്ഥാനാർത്ഥിയായി അവരോധിച്ച് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു തറക്കളിയും CPM അവിടെ കാഴ്ചവെച്ചു. പണവും മദ്യവുമൊക്കെ ഇങ്ങനെ ആവശ്യാനുസരണം ഒഴുക്കി വിലക്ക് വാങ്ങേണ്ടവരെ വിലക്ക് വാങ്ങിയും ഭീഷണിപ്പെടുത്തി നിർത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിക്കേണ്ടവരെ സ്വാധീനിച്ചും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ട എല്ലാ സകലമാന പ്രക്രിയകളും നടത്തിയ CPM പാലക്കാട് മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി എങ്കിൽ അത് ഒരു ഭരണമുന്നണിയുടെ, പ്രത്യേകിച്ച് CPMന്റെ തികഞ്ഞ ഭരണ പരാജയമല്ല അവിടെ സംഭവിച്ചത്. ഭരണസ്വാധീനം മുഴുവൻ പ്രയോഗിച്ചിട്ടും ഇങ്ങനെ മൂന്നാം സ്ഥാനത്തേക്കായ CPMനെ കുറിച്ച് ഇവിടെ ഒരു ചർച്ചയും നടക്കുന്നില്ല. അപ്പുറത്ത് ചേലക്കര മണ്ഡലമാണെങ്കിലോ അവിടെ ഈ മണ്ഡലം ഉണ്ടായ സമയത്തും അതിനുശേഷം പല ഘട്ടങ്ങളിലും UDF ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ MLAമാർ നിരവധി പ്രാവശ്യം ചേലക്കരയിൽ നിന്നും ഉണ്ടായിട്ടുമുണ്ട്. ഇടക്കാലം കൊണ്ടാണ് CPMന്റെ കൈകളിലേക്ക് ഈ ചേലക്കര മണ്ഡലം എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഏതു വിധേനയും ഇവിടെ വിജയിക്കുക എന്ന ഉദ്ദേശത്തിലാണ് 6 മാസം മുൻപ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണെങ്കിലും രമ്യ ഹരിദാസിനെ വീണ്ടും ഈ ചേലക്കരയിൽ ഇറക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അതിനവർ കണ്ടെത്തിയ ഒരു കാര്യം, ചേലക്കരയിൽ CPMന് സ്വാധീനമുണ്ടാക്കിയെടുത്തത് ചേലക്കരക്കാർ രാധ എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം വിജയിച്ച് MP ആയി പോയതുകൊണ്ട് അദ്ദേഹത്തിന് പകരം വന്ന സ്ഥാനാർത്ഥിക്ക് ആ സ്വാധീനം അത് ചേലക്കര മണ്ഡലത്തിൽ ഇല്ലാത്തതിനാൽ ഇവിടെ കോൺഗ്രസിന് നിഷ്പ്രയാസം വിജയിച്ചു വരുവാൻ സാധിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടലും. മാത്രമല്ല രമ്യ ഹരിദാസ് നേരത്തെ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയപ്പോൾ രമ്യയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച ഒരു നിയോജക മണ്ഡലമായിരുന്നു ഈ ചേലക്കര. അതുകൊണ്ട് തന്നെ CPMന്റെ ചേലക്കര സ്ഥാനാർത്ഥിയേക്കാൾ രമ്യ ഹരിദാസിന് വോട്ടുകൾ ഉണ്ടാകുമെന്ന ആ നേതൃത്വത്തിലെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചു പോവുകയാണ് ഉണ്ടായത്. കൂടാതെ ഇതിനു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ വിജയവും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ നേടിയ മേൽക്കോയ്മയും കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കുന്ന പ്രിയങ്കയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രചാരണ പ്രവർത്തനത്തിന്റെ ആ വാങ്ങലുകൾ അത് ചേലക്കരയിലും സംഭവിക്കുമെന്ന കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസമാണ് ഇവിടെ തകർന്നു വീണത്. സത്യത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും തികഞ്ഞൊരു പരാജയമായിരുന്നില്ലേ ഇത്? സാഹചര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ അനുകൂലമായിട്ടും ചേലക്കര CPMൽ നിന്നും കോൺഗ്രസിന് പിടിക്കുവാൻ സാധിക്കാതെ വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചേലക്കരയിൽ കോൺഗ്രസിന് സംഭവിച്ച പരാജയത്തെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച വേണ്ടതല്ലേ? നിർഭാഗ്യവശാൽ അതൊന്നും ഇവിടെ ഒരു ചർച്ചയേ ആകുന്നില്ല. പാലക്കാട് മണ്ഡലത്തിൽ ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത BJPയെ കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലത്തിൽ വീണ്ടും തോറ്റ ആ BJPയെ കുറിച്ച് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ദിവസങ്ങളോളം, അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നടക്കുന്ന ഓരോ ചർച്ചകളും പരിഹാസങ്ങളും അതൊരിക്കലും BJPയെ സഹായിക്കാനല്ല, മറിച്ച് ഒന്നുകൂടി BJPയെ അസ്ഥിരപ്പെടുത്തി
പ്രവർത്തകരുടെ മനോവീര്യം തകർത്ത് BJPയെ ഇല്ലായ്മ ചെയ്യുക എന്ന ഗൂഢ ഉദ്ദേശത്തോടെ ചില കേന്ദ്രങ്ങളിൽ നിന്നും നടത്തുന്ന ആ വേലകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് തന്നെ വേണം നാം അനുമാനിക്കാൻ.